ഹായ് കൂട്ടുകാരെ, ഇന്ന് സ്വാദിഷ്ടമായ മയമുള്ള ഒരു ഇടിയപ്പമാണ് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഞാൻ കതിർ എന്ന അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. പുഴുങ്ങലരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചു വാട്ടിയും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കും. ഇത് രണ്ടാമത്തെ മെത്തഡാണ്, പൊടി കൊണ്ടുള്ള ഇടിയപ്പം. അപ്പോൾ ഈ അരിപ്പൊടി ഈ ഒരു കപ്പളവിൽ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസ്സിനാണെങ്കിൽ ഒരു 3 ഗ്ലാസ് പൊടി ഉണ്ടാവും. 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളയ്ക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഈ വെള്ളം നല്ല പോലെ വെട്ടിത്തിളയ്ക്കട്ടെ. നമുക്ക് ഈ പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് വല്ലാതെ ഇടരുത്, പാകത്തിന് ഇടാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് എങ്ങനെയാണിത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഇഡലിച്ചെമ്പിൽ 1/4 പാത്രം വെള്ളം ഇതുപോലെ എടുത്ത് തയ്യാറാക്കി വെച്ചോളണം. അതേപോലെ അതിൻ്റെ തട്ടുകളെല്ലാം വെളിച്ചെണ്ണ കൊണ്ട് തുടച്ച് റെഡിയാക്കി വെക്കണം. നൂൽപുട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതേപോലെ ഇത് നൂൽപുട്ട് പിഴിഞ്ഞെടുക്കാനുള്ള അതിൻ്റെ ഈ ഒരു സേവനാഴി ഇതേപോലെ വെളിച്ചെണ്ണ തൂവിക്കൊടുത്ത് ഇവിടെ റെഡിയാക്കി വെക്കണം. കാരണം ഇത് ചൂടാറും മുമ്പേ തന്നെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ വേഗം പണി തീരും. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഈ പൊടി എടുത്തിട്ടുള്ളത്. കുഴയ്ക്കുമ്പോൾ നമുക്ക് മാവ് വൃത്തിയായിട്ട് പാത്രത്തിലൊന്നും പിടിക്കാതെ കിട്ടും. വെള്ളം ഇപ്പോൾ വെട്ടി തിളച്ചിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് തീ ഓഫാക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഈ വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ആദ്യം ഒരു 3 ഗ്ലാസ് വെള്ളം ഓളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അപ്പം തന്നെ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരുവിധം ഈ പൊടി നനഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതലാവാനും പാടില്ല, കുറയാനും പാടില്ല. ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം 4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട് മാവ്. ഇനി ബാക്കിയുള്ള വെള്ളം കൂടി നമുക്കിങ്ങനെ കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. 1 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല. ചില പൊടികൾക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ പരുവായിട്ടുണ്ട്, കട്ടയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത ശേഷം കയ്യിലൊന്ന് പച്ചവെള്ളം ഇങ്ങനെ പിടിച്ച ശേഷം കുഴച്ചെടുക്കാം. നമുക്ക് ഇപ്പം നല്ല എല്ലാ ഭാഗത്തും വെള്ളം എത്തി, തിളച്ച വെള്ളം എത്തി, മാവ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്കിനി ഇത് കുഴച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ പരുവം. ഒരുപാട് വെള്ളമായാൽ അത് പിഴിഞ്ഞാൽ കിട്ടില്ല. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബലവും ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു പരുവായിരിക്കണം കുഴച്ചെടുക്കേണ്ട രീതി. ഇനി ഇത് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇളം ചൂടോടുകൂടി തന്നെ ഞാനിത് കുഴച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. പാത്രവും വൃത്തിയായിരിക്കും, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. അല്ലാത്ത പാത്രങ്ങളിൽ പകുതി മാവ് പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പോലെ വെള്ളം വെട്ടി തിളച്ച് വേണം ഇതിലേക്ക് ഒഴിച്ചത് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഇഡ്ലിച്ചെമ്പിൻ്റെ തട്ടിലേക്ക് പീച്ചിയെടുക്കാം, അഥവാ പിഴിഞ്ഞെടുക്കാം. 1 സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കയ്യിൽ ഈ മാവ് ആവില്ല. കയ്യിൽ മാവ് ആവാതിരിക്കുമ്പോൾ ഇവിടെയൊക്കെ വൃത്തിയായി ഇരിക്കും. അല്ലെങ്കിൽ കൈ കൊണ്ട് മാവ് എടുത്ത് ഇവിടെ പിടിക്കുമ്പോൾ ഇവിടെയൊക്കെ മാവാകും. അതും കൂടി ശ്രദ്ധിക്കണേ. ഓരോ ഇടിയപ്പമായി നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇത് ഇളം ചൂടോടുകൂടി തന്നെ പിഴിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. ആറും തോറും അത് ബലം വയ്ക്കും. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. 8 മിനിറ്റാണ് ഇത് വേവാൻ വേണ്ട സമയം. ഇനി ഈ ഏറ്റവും അടിയിലത്തെ തട്ട് നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. വളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ തട്ട് ഇതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം ഈ തട്ട് വന്ന് അമർന്ന് ഇടിയപ്പത്തിൻ്റെ ഭംഗി പോവും, അത് പതിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ ഈ രണ്ടാമത്തെ തട്ട്
ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്നില്ല. ഏറ്റവും മുകളിലത്തെ തട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഏറ്റവും അടിയിലത്തെ തട്ടും ഏറ്റവും മുകളിലത്തെ തട്ടും അത് വെച്ച് കൊടുക്കുമ്പോൾ ഈ ഹോളിൻ്റെ അവിടേക്ക് ഇടിയപ്പം വരണം. അതായത് ഈ ഹോളിൻ്റെ അവിടേക്ക് ഇടിയപ്പം വരും വിധം വേണം വെക്കാൻ. കാരണം അപ്പോൾ ആ ഹോളിൽ കൂടി ആണ് ആവി മുകളിലോട്ട് കയറുന്നത്. നമ്മൾ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് ഇങ്ങനെ പൊന്തിച്ച് നോക്കിയാൽ അടിയിലൊന്നും മുട്ടുക പോലും ഇല്ല. അപ്പോൾ നൂൽപുട്ട് അഥവാ ഇടിയപ്പം പതിഞ്ഞു പോകത്തില്ല. അപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പഞ്ഞ് പോലത്തെ ഇടിയപ്പം നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വെന്ത ശേഷം അത് മാറ്റി വെച്ചിട്ട് ഈ തട്ട് ഒറ്റയ്ക്ക് വേവിച്ചെടുക്കാം. എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു തുണി വെച്ച് ഇവിടെ അങ്ങനെ പിടിക്കാം. ഇത് ആറിയ ശേഷം മാത്രമേ പാത്രത്തിലേക്ക് മാറ്റാൻ പാടുകയുള്ളൂ. അതുപോലെ ഒന്നും കൂടി തണുത്തിട്ട് ഒരു ഇളം ചൂടോടുകൂടി വേണം ഇത് നമുക്ക് കഴിക്കാനും. അടുത്ത ഇതുകൂടി ആവി കയ്യിലൊന്നും ആവാതെ ഇങ്ങനെ എടുത്ത് മാറ്റാം. വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അടുത്ത തട്ട് കൂടി വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ തട്ട് ഇത് ഒറ്റയ്ക്കാണ് വേവിച്ചെടുക്കുന്നത്. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് 8 മിനിറ്റ് കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇത് മാറ്റിയ ശേഷം ബാക്കിയുള്ള മാവ് കൂടെ പിഴിഞ്ഞെടുക്കാം. വെന്ത് കഴിഞ്ഞ ഇടിയപ്പം നമുക്കൊരു ചൂടാറാത്ത പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിച്ചത് കൊണ്ട് ഇതിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇങ്ങനെ കൊട്ടി കൊടുത്താൽ മതിയാവും. നല്ല സോഫ്റ്റ് ഇടിയപ്പമാണ്. കടലക്കറി കൂട്ടി നമുക്കിത് കഴിക്കാം. 2 കപ്പളവിൽ ഞാൻ പൊടിയെടുത്തതാണ്. ഏകദേശം 1/2 കിലോ പൊടി. അതിൽ 23 നൂലുപുട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായ ഇടിയപ്പം. ഇത് ഒന്ന് തണുത്ത ശേഷം കഴിച്ചാൽ മതിയാകും. കൂടെ തന്നെ മല്ലിയിലയൊക്കെ അരച്ച് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കടലക്കറിയും കൂടി ആയാൽ സൂപ്പറായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറച്ചിക്കറി കൂടി ഈ പുട്ടിനോടൊപ്പം കഴിച്ചാൽ നല്ല രുചിയായിരിക്കും. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.